ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് സംഘത്തിനെതിരെ പരാതിയുമായി കൂടുതൽ പേർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ. ഈ സർവേ ജോലികൾ ആവശ്യത്തിന് സർവേയർമാരില്ലാത്തത് മൂലം മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നു. സർവേയർമാരെ മറ്റു ജില്ലകളിലേക്ക് ഡെപ്യൂട്ടേഷനിൽ അയച്ചതാണ് കാരണം. പട്ടയം കിട്ടുമെന്നുള്ള ഹൈറേഞ്ചിലെ കർഷകരുടെ സ്വപ്നങ്ങൾക്ക് ഈ നടപടി തിരിച്ചടിയായി. ഇടുക്കി ജില്ലയിലെ ഭൂമിയുടെ സർവേ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി 52 പുതിയ സർവേയർമാരെ ജില്ലയിൽ നിയമിച്ചിരുന്നു. തൃശൂരിൽ ഒരു മാസത്തെ പ്രത്യേക പരിശീലനത്തിന് അയച്ച ഇവരെ പാലക്കാട് മലപ്പുറത്ത് നടക്കുന്ന ഭൂമി കേരളം പരിപാടിയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ അയച്ചതാണ് സർവേ ജോലികൾ മുടങ്ങാൻ കാരണമായിരിക്കുന്നത്. സർവേ നടത്തുന്നതിനായി 13 ടോട്ടൽ സ്റ്റെപ്പ് മെഷീനുകൾ ഇടുക്കിയിലുണ്ടായിരുന്നു. പരിശീലനം നൽകുന്നതിനായി തൃശൂരിലേക്ക് കൊണ്ടുപോയ ഈ മെഷീനുകൾ ഇതുവരെ തിരികെ കൊണ്ടുവന്നിട്ടില്ല. ടോട്ടൽ സ്റ്റെപ്പ് മെഷീൻ ഇല്ലാത്തതിനാൽ മൂന്നാർ ഭാഗത്തെ സർവേ ജോലികളും ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. ജില്ലയിലെ 64 വില്ലേജുകളിൽ 36 ഇടങ്ങളിൽ മാത്രമാണ് റീസർവേ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. 13 വില്ലേജുകളിൽ റീസർവേ നടത്തുന്നതിനായി ഫീൽഡ് പരിശോധനകൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ വില്ലേജുകളിലെ സർവേ നടപടികൾ അധികം കാലതാമസമില്ലാതെ നടത്താൻ കഴിയും. 15 വില്ലേജുകളിൽ ഇതുവരെ റീസർവേയുടെ യാതൊരു നടപടികളും ആരംഭിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള വനാവകാശ നിയമപ്രകാരമുള്ള സർവേയും ഇതുവരെ ഇടുക്കിയിൽ ആരംഭിച്ചിട്ടില്ല. ഇതിനായി 124 സെറ്റിൽമെന്റുകളിൽ നിന്നും 10,574 അപേക്ഷകളാണ് റവന്യൂ വകുപ്പിന് ലഭിച്ചിട്ടുള്ളത്. 61,449 ഏക്കർ സ്ഥലമാണ് ഇതിനായി സർവേ നടത്തേണ്ടത്. 3 മാസത്തിനകം ഇത് പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും സർവേയർമാരില്ലാത്തതിനാൽ ജോലികൾ ഒന്നും ആരംഭിച്ചിട്ടില്ല. കെ വി സുന്ദർകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ.